വെൽക്കം ടു മൈ ചാനൽ ദൃശ്യം 2024 വ്ളോഗ്. നിന്നിലലിയാൻ ഞാൻ ഭാഗം 81. എനിക്ക് ആ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പറയുകയും ചെയ്യും, അവൾ പറഞ്ഞു. പക്ഷേ അത് പറയാനുള്ള അവസരം ഇന്ദ്രേട്ടൻ തരില്ല എന്ന് എനിക്കറിയാം, അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് പതിയെ ചാഞ്ഞു. ഇവർക്കിത് വീടല്ല എന്ന് മനസ്സിലാകുന്നില്ലയാവോ? അവരെ നോക്കിക്കൊണ്ട് നടന്നു പോകുന്ന അഖിലിനോട് വൈഷ്ണവ് പറഞ്ഞു. അവളുടെ കൂടെയുള്ളതേ ഇന്ദ്രജിത്താണ് മോനെ. അവൻ എവിടെ വെച്ച് എന്ത് ചെയ്യാൻ തോന്നുന്നുവോ അത് അവൻ ചെയ്യും. അറിയാം, അതുകൊണ്ടാണല്ലോ മുംബൈയിൽ ഇന്ദ്രനെതിരെ ഒരു കേസും പുറത്തേക്ക് വരാത്തത് അല്ലേ? വൈഷ്ണവ് പറഞ്ഞതും അഖിൽ വൈഷ്ണവിനെ നോക്കി. നീ നോക്കണ്ട, എനിക്കറിയാം ഈ നടക്കുന്ന പാവം ഇന്ദ്രജിത്തല്ല, അവിടുത്തെ ഇന്ദ്രജിത്ത് ലോകനാഥനെന്ന്. പക്ഷേ എൻ്റെ അളിയനാപ്പോയില്ലേ? ഇല്ലെങ്കിൽ ഞാൻ അറസ്റ്റ് ചെയ്തേനെ. നീ ഒരു ചുക്കും ചെയ്യില്ല. അതെ, ഇന്ദ്രജിത്ത് ലോകനാഥനാ. ഒരു തെളിവും ഇല്ലാതെയാ ഓരോ കാര്യങ്ങൾ ചെയ്യാറ്. അതുകൊണ്ട് നീ സ്വപ്നം കാണണ്ട ആ തിമിംഗലത്തെ പിടിക്കാമെന്ന്, അഖിൽ പറഞ്ഞു. എനിക്ക് ഒരു സ്വപ്നവുമില്ല. കാരണം ആ തിമിംഗലം തെറ്റായ കാര്യങ്ങൾ ഒന്നും ചെയ്യില്ല. ഇനി അഥവാ ആ തിമിംഗലം ആരെങ്കിലും വിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റായവരെ തന്നെയായിരിക്കും. അവൻ്റെ നേട്ടത്തിന് വേണ്ടി മാത്രം അവൻ എന്തായാലും ഒരാളെയും വിഴുങ്ങില്ല, അതും എനിക്കറിയാം. അപ്പോൾ നീ ഇന്ദ്രജിത്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേടാ? വൈഷ്ണവിൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് അഖിൽ ചോദിച്ചു. പിന്നെ പഠിക്കാതിരിക്കുവോ? ഒന്നുമില്ലെങ്കിലും ഞാനൊരു പോലീസ് ഓഫീസറല്ലേ. എൻ്റെ സഹോദരി വിവാഹം കഴിച്ചിരിക്കുന്നത് ആരെയാണെന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ അന്വേഷിച്ചിറങ്ങിയതാ. അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു, ഇങ്ങനെ നമ്മുടെ മുന്നിൽ ചിരിച്ചും കളിച്ചും ഇങ്ങനെ ചേർത്ത് പിടിച്ച് നടക്കുന്ന, ഇങ്ങനെ പാവം പോലെ നടക്കുന്ന ഇന്ദ്രജിത്തിൻ്റെ മറ്റൊരു മുഖം, വൈഷ്ണവ് പറഞ്ഞു. എന്നാൽ അവരുടെ കൂടെയുണ്ടായിരുന്ന വൈശാഖ് ഇതെല്ലാം കേട്ട് അമ്പരപ്പോടെ നോക്കുകയായിരുന്നു. നിങ്ങൾ നമ്മുടെ ഇന്ദ്രനെ കുറിച്ചാണോ പറയുന്നത്? അല്ലാതെ പിന്നെ അവൻ പാവമല്ലേ? വൈശാഖ് ചോദിച്ചു. പാവമാണ്, ആ പോകുന്ന അവൾക്ക് മുന്നിൽ മാത്രം. ഇപ്പോൾ പിന്നെ നമ്മുടെ മുന്നിലും. പക്ഷേ അവൻ്റെ ദേഷ്യം അതാരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, കാണാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അവൻ്റെ എല്ലാ മുഖങ്ങളും കണ്ട ഞാൻ അതുകൊണ്ടാണ് പഞ്ചപുച്ഛം മടക്കി ഇങ്ങനെ അവൻ്റെ കൂടെ നടക്കുന്നത്. പിന്നെ എനിക്കും കുറച്ച് അഹങ്കാരമൊക്കെ ഉണ്ട്. ഇന്ദ്രജിത്തിനെ നോക്കുന്നവർ അവൻ്റെ വലം കൈയാണ് അഖിൽ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഒരു കുഞ്ഞ് അഹങ്കാരം എവിടേക്കുണ്ട്. കുഞ്ഞ് അഹങ്കാരം ഒന്നും അല്ലാട്ടോ, നല്ല അഹങ്കാരം തന്നെയാ. കാരണം ഇന്ദ്രജിത്ത് കഴിഞ്ഞാൽ അവിടെ സംസാരിക്കുന്നത് പിന്നെ അഖിലിനെയാണെന്ന് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് വലിയ അഹങ്കാരത്തോടെ തന്നെ നടക്കുന്നത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ അഹങ്കാരത്തിൽ കുറച്ചുകൂടി പങ്കുവയ്ക്കാൻ ഞങ്ങൾ കൂടിയുണ്ട്. എനിക്കും പറയണം, ഞാൻ ഇന്ദ്രജിത്ത് ലോകനാഥ ഗുപ്തയുടെ അളിയനാണെന്ന്. നിന്നെയും ഇന്ദ്രനെയും കാണുമ്പോൾ എനിക്ക് തോന്നാറ് നിങ്ങൾക്ക് ഒരേ വൈബാണെന്നാണ്. നിങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിച്ച് പല കാര്യങ്ങളും നടക്കും എന്ന് എനിക്കറിയാം. ക്രിമിനൽ ബുദ്ധിയുള്ള നായകനും ക്രിമിനൽ ബുദ്ധിയുള്ള കൂട്ടുകാരനും. അത് പക്ഷേ മുംബൈയിലെ ഇന്ദ്രജിത്തിൻ്റെ ശത്രുക്കൾക്ക് ദോഷമായിരിക്കും. ഇത്രയും നാളും ഇന്ദ്രജിത്ത് എന്ന ക്രിമിനലിനെ മാത്രം പേടിച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ കൂടെയുള്ള വാലിനെ കൂടി പേടിക്കണ്ടേ? ആ അവസ്ഥയല്ലേ? അതും ഒരു ക്രിമിനൽ പോലീസും കൂടിയാണ്, അഖിൽ പറഞ്ഞു. അല്ല, പറഞ്ഞത് എങ്ങോട്ടാ പോകുന്നത്? വൈഷ്ണവ് ചോദിച്ചു. എടാ അങ്ങോട്ട് നോക്ക്. പെട്ടെന്ന് വൈച്ച കാണിച്ചു കൊടുത്ത സ്ഥലത്തേക്ക് വൈഷ്ണവും അഖിലും നോക്കിയപ്പോഴാണ് ഡ്രസ്സുകൾക്കിടയിൽ മറഞ്ഞു നിന്ന് നടന്നു പോകുന്ന ഇന്ദ്രനെയും പാർവതിയെയും നോക്കുന്ന ഒരു പെണ്ണിനെ കണ്ടത്. അതാരാ? കുറേ നേരമായി അവൾ മറഞ്ഞു നിന്ന് നോക്കുന്നത് ഞാൻ കാണുന്നത്, വൈശാഖ് പറഞ്ഞു. അത് കേട്ടതും അഖിൽ ഫോൺ എടുത്ത് അപ്പോൾ തന്നെ ഇന്ദ്രനെ വിളിച്ചു. കയ്യിലെ ഫോൺ റിങ് ചെയ്തതും നമ്പർ മറ്റും നോക്കാതെ തന്നെ ഇന്ദ്രൻ കോൾ എടുത്തു. എടാ, റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ഒരു റെഡ് ഫ്രോക്കിൻ്റെ ഡെമോ വച്ചിരിക്കുന്നിടത്ത് അതിനടുത്തായി ഒരു പെണ്ണ് കുറേ നേരമായി നിങ്ങളെ വാച്ച് ചെയ്യുന്നു, അഖിൽ പറഞ്ഞതും ഇന്ദ്രൻ ഒന്ന് മൂളുക മാത്രം ചെയ്തുകൊണ്ട് ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞ് അഖിലിനെയും വൈഷ്ണവിനെയും നോക്കുന്നത് പോലെ നോക്കി. പക്ഷേ ആ സമയം അവൻ്റെ കണ്ണുകൾ അഖിൽ പറഞ്ഞിടത്തേക്ക് നോക്കി. അവിടെ നിന്ന് ആളെ കണ്ടതും ഇന്ദ്രൻ്റെ ചുണ്ടിൽ ഒരു പുച്ഛം വിരിഞ്ഞു. ഇന്ദ്രൻ ഫോണിൽ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്തു, സെൻഡ് ചെയ്തു. ഫോണിൽ നോട്ടിഫിക്കേഷൻ വന്നതും അഖിൽ ഫോൺ എടുത്ത് നോക്കി. ആളെ മനസ്സിലായില്ലേ? ശ്രുതി രാജൻ. ഇന്ദ്രൻ്റെ മെസ്സേജ് കണ്ടതും ഓ ഞാഞ്ഞൂലായിരുന്നോ? അഖിൽ ഫോൺ എടുത്ത് ഇന്ദ്രനെ വിളിച്ചു. അല്ല,
അവളെന്താ ആലപ്പുഴയിൽ നിന്നും ഇവിടെ? നമ്മളെ ഫോളോ ചെയ്ത് വന്നതായിരിക്കും അല്ലേ? അതെ. അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഇന്ദ്ര? അഖിൽ ചോദിച്ചു. നമ്മുടെ അവസാനത്തെ ഇര ആദ്യം വീണിരിക്കുകയാണ്, അതുകൊണ്ട് ക്യാച്ച് ഹെയർ. ഇന്ദ്രൻ പറഞ്ഞതും അഖിൽ അവളെ ഒന്ന് പുച്ഛിച്ച് നോക്കിക്കൊണ്ട് ഫോൺ കട്ട് ചെയ്തു. അവൻ്റെ ഗാർഡ്സിനെ വിളിച്ച് പറഞ്ഞു. ഇന്ദ്രൻ പാർവിനെ കൊണ്ടുപോയത് ലെഹങ്ക സെക്ഷനിലേക്കാണ്. അധികം വെയിറ്റില്ലാത്ത ലെഹങ്കയാണ് ഇന്ദ്രൻ പാർവതിക്ക് വേണ്ടി പറഞ്ഞത്. ഒരു പീച്ച് ലെഹങ്കയാണ് അവൻ പാർവിനായി സെലക്ട് ചെയ്തത്. അത് വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ജെൻസിയുടെ പള്ളിയിലെ ഫംഗ്ഷന് വേണ്ടി ഇടാനുള്ള വൈറ്റ് കളറിലെ ഒരു ഡിസൈനർ സാരിയാണ് എടുത്തത്. അങ്ങനെ പാർവതിക്ക് വേഗം എടുത്തതിന് ശേഷം ഇന്ദ്രൻ പാർവതിയും കൊണ്ട് അവിടെയുള്ള സോഫയിൽ വന്ന് ഇരുന്നു. ഗാർഡ്സിനെ വിട്ട് കാറിൽ നിന്നും ജ്യൂസും അവൾക്കുള്ള എടുപ്പിച്ചു. വളരെ ശ്രദ്ധയോടെ അവൾക്ക് അതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ ഷോപ്പിലെ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആളെ മനസ്സിലായോ? അത് ഇന്ദ്രജിത്താണ്. ഇന്ദ്രജിത്ത് ലോകനാഥൻ. ആ വെഡ്ഡിങ് ലൈവായിട്ട് ടി വിയിൽ വന്നില്ലേ? ആ, അത് അദ്ദേഹത്തിൻ്റെയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ആ കൂടെ ഇരിക്കുന്നത് മലയാളിയാണ്. ആ പെൺകുട്ടിക്ക് എന്ത് കെയറിങ് ആണല്ലേ. അവരുടെ ലവ് സ്റ്റോറിയാണ് അന്ന് വെഡ്ഡിങ്ങിൽ വെച്ച് പറഞ്ഞു. ഞാൻ കേട്ടായിരുന്നു. കേട്ടിട്ട് എന്ത് രസമായിരുന്നെന്നറിയോ? ഏതൊരു പെണ്ണും ആഗ്രഹിച്ചു പോകും അതുപോലെ ഒരാളെ ഭർത്താവായി കിട്ടാൻ. പക്ഷേ നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? അദ്ദേഹം ഇവിടെ വന്നിട്ട് ഇത്രയും നേരമായിട്ടും ഒരു പെണ്ണിൻ്റെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ. എത്ര ശ്രദ്ധയോടെയാണ് ആ മാമിനെ അദ്ദേഹം കൊണ്ടുപോകുന്നത്. ആ പെൺകുട്ടിയുടെ ഒരു ഭാഗ്യം. ശരിയാ, നല്ല ഭാഗ്യമുള്ള പെൺകുട്ടിയാ. കാണാനും നല്ല സുന്ദരിയായിട്ടുണ്ടല്ലേ. പക്ഷേ ആൾ പ്രഗ്നൻ്റ് ആണെന്ന് തോന്നുന്നു. നീ നോക്കിക്കേ, അത്യാവശ്യം വയറൊക്കെയല്ലേ. അപ്പോൾ നീ അറിഞ്ഞില്ലേ? അവരുടെ വിവാഹം നേരത്തെ കഴിഞ്ഞതാണ്. ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയും പിന്നെ എല്ലാവരെയും അദ്ദേഹത്തിൻ്റെ വൈഫിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ആ വെഡ്ഡിങ് റിസപ്ഷൻ വെച്ചതെന്ന് അപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. അതിനേക്കാൾ മുമ്പ് അവർ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മാഡം പ്രഗ്നൻ്റ് ആയതിൽ തെറ്റു പറയാനില്ല, മറ്റൊരു പെൺകുട്ടി പറഞ്ഞു. ഇനി പ്രഗ്നൻ്റ് ആയതിനു ശേഷമാണോ വിവാഹം കഴിച്ചത്? തലയിൽ നിന്നും ഊരിപ്പോകാതെ ആയപ്പോൾ വിവാഹം കഴിച്ചതായിരിക്കാനും സാധ്യതയുണ്ട്. ഈ വലിയ വീട്ടിലെ ആൺപിള്ളേരെ മയക്കിയെടുക്കാൻ വേണ്ടി ചില പെൺകുട്ടികൾ ഇങ്ങനെ കാണിക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ ആയിരിക്കും അവൾ ചിലപ്പോൾ ഇന്ദ്രജിത്ത് ലോകനാഥ് എന്ന ബിസിനസ് ടൈക്കൂണിനെ വളച്ചെടുത്തത്. അത് പറഞ്ഞു കഴിഞ്ഞതും ആ പെൺകുട്ടി നിലത്ത് വീഴുന്നതാണ് എല്ലാവരും കാണുന്നത്. എല്ലാവരും നോക്കുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുന്ന അഖിലിനെയും അത്രയും ദേഷ്യത്തോടെ തന്നെ നിൽക്കുന്ന വൈശാഖിനെയും വൈഷ്ണവിനെയുമാണ് കാണുന്നത്. നോക്കിന് എല്ലില്ലാന്ന് കരുതി ഞങ്ങളുടെ പെങ്ങളെ പറ്റി അനാവശ്യം പറയുന്നോ? നിനക്കറിയില്ല എന്നെ. ദേഷ്യത്തോടെ അഖിൽ പറയുന്നത് കേട്ടതും ആ പെൺകുട്ടി പേടിയോടെ വീണെടുത്ത് തന്നെ ഇരുന്നു. അവളുടെ കൂടെയുള്ള മറ്റു 2 പെൺകുട്ടികളും അവളെ വല്ലാത്ത വേദനയോടെ നോക്കി. അപ്പോഴേക്കും സെക്യൂരിറ്റിയും മാനേജറും എല്ലാം ഓടി വന്നു. എന്താ സാർ പ്രശ്നം? ഈ പെൺകുട്ടി നിങ്ങളുടെ സ്റ്റാഫാണോ? യൂണിഫോം സാരിയാണ് ഉടുത്തിരിക്കുന്നത്. അതെ സാർ, ഇവിടുത്തെ വെൽക്കം സ്റ്റാഫാണ്. ഓ, വെൽക്കം സ്റ്റാഫാണോ? അതുകൊണ്ടായിരിക്കും അവൾ ഞങ്ങളുടെ പെങ്ങൾക്ക് നല്ലൊരു വെൽക്കം തന്നത് അല്ലേ? മനസ്സിലായില്ല, എന്താ പ്രശ്നം? മാനേജർ താഴെ വീണ് കിടക്കുന്ന പെൺകുട്ടിയെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അഖിലിനെയും ആ പെൺകുട്ടിയെ തന്നെ ദേഷ്യത്തോടെ നോക്കുന്ന വൈഷ്ണവിനെയും വൈശാഖിനെയും നോക്കി. ഞങ്ങളുടെ സഹോദരി ഇന്ദ്രൻ്റെ ഭാര്യയായത് എങ്ങനെയാണെന്ന് നിന്നോട് പറയേണ്ട ആവശ്യമില്ല. പിന്നെ അങ്ങനെ നിന്നെപ്പോലെ അത്രയും തരം താഴ്ന്ന പെണ്ണല്ല ഞങ്ങളുടെ സഹോദരി. അവൾ ഇന്ദ്രജിത്ത് ലോകനാഥയുടെ ഭാര്യയാണ്. അത് ഓർത്തു വേണം സംസാരിക്കാൻ. നീയെന്നല്ല, നിന്റെ 7 തലമുറയെ പോലും ഞങ്ങൾ ഇല്ലാതാക്കും. ഞങ്ങളുടെ പെങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ, അപ്പോൾ അവൻ്റെ ഭാര്യയെക്കുറിച്ച് നീ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവൻ നിന്നെ വെച്ചേക്കുമോ? നിന്റെ കുടുംബം പോലും ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നതിന് ഒരു തെളിവ് പോലും അവശേഷിക്കാതെ അവൻ ഇല്ലാതാക്കും. അതുകൊണ്ട് പൊന്നുമോളെ, അവൻ അറിയാതെ നീ സൂക്ഷിച്ചോ. ഞങ്ങളിപ്പോൾ നല്ലൊരു കാര്യത്തിന് വന്നിരിക്കുകയാണ്. ഇല്ലെങ്കിൽ നിന്റെ എല്ല് ഞാൻ ഊരിയേനെ. അഖിൽ പറഞ്ഞതും വേണ്ട സാർ, ഇന്ദ്രജിത്ത് സാറിനോട് പറയരുത്. ഞങ്ങളുടെ സാറ് അതറിഞ്ഞാൽ വലിയ പ്രശ്നമാകും, മാനേജർ പറഞ്ഞു. ഏത് നിങ്ങളുടെ സാറ്? നിങ്ങളുടെ സാറ് ഇന്ദ്രജിത്ത് ലോകനാഥ് ഗുപ്തയാണ്, ഈ ഷോപ്പിൻ്റെ യഥാർത്ഥ ഓണർ. അഖിൽ പറഞ്ഞതും മാനേജർ ഒന്ന് ഞെട്ടി. എന്തേ, മനസ്സിലായില്ലേ? ഈ കൊച്ചി നഗരത്തിൽ ഇന്ദ്രജിത്തിന് എത്ര ഷോപ്പുകളുണ്ടെന്ന് നിങ്ങൾക്കറിയോ? എന്നിട്ടും അവൾക്ക് ശമ്പളം കൊടുക്കുന്ന, അന്നം കൊടുക്കുന്ന കൈക്ക് തന്നെയാണ് അവളിന്ന് കൊത്താൻ നോക്കിയത്. ഇപ്പോൾ ഈ നിമിഷം ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടിരിക്കണം ഇവളെ.
ഇവിടെ നിന്നും ഇനി നിനക്ക്, ഇവിടെ നിന്നല്ല അടുത്ത ഒരു സ്ഥലത്തും നിനക്ക് ജോലി കിട്ടാതെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ അഖിൽ നടന്നുപോയി. ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാത്തത് എന്താണെന്നറിയോ നിനക്ക്? ഇനി ഞങ്ങൾ കൂടി നിന്നെ എന്തെങ്കിലും ചെയ്താൽ നിന്റെ വീട്ടുകാർക്ക് നിന്റെ ഈ ബോഡി പോലും കിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ വിട്ടിരിക്കുന്നത്. പക്ഷേ ആ സൗജന്യം ഇന്ദ്രജിത്ത് തരണമെന്നില്ല. അതുകൊണ്ട് മോള് വേഗം വിടാൻ നോക്ക്. ഇനിയും ഇവിടെ നിന്ന് ചുറ്റിക്കറങ്ങിക്കഴിഞ്ഞാൽ ഇതെങ്ങാനും ഇന്ദ്രൻ അറിഞ്ഞാൽ, പറയുന്നില്ല മോളെ, പറയാൻ വാക്കുകളില്ല ഞങ്ങൾക്ക്. പോട്ടെ ഞങ്ങൾ എന്ന് പറഞ്ഞ് വൈഷ്ണവും വൈശാഖും അവിടെ നിന്ന് നടന്നുപോയി. എന്നാൽ ഇതൊന്നും അറിയാതെ ഇന്ദ്രൻ്റെ നെഞ്ചിൽ ചാരിയിരുന്ന് ഹെഡ്സെറ്റ് വഴി പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് പാറു. അതിനിടയ്ക്ക് ഇന്ദ്രൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. ഇന്ദ്രൻ എടുത്തു നോക്കിയതും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. സർ, അവൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. ഓക്കെ എന്ന് മാത്രം ഇന്ദ്രൻ റിപ്ലൈ കൊടുത്തു. പിന്നെ അവൻ്റെ നെഞ്ചിലേക്ക് ചാരിയിരിക്കുന്ന അവളുടെ നെറുകയിൽ ഒന്ന് ചുംബിച്ചു. അതെ, എല്ലാവരും എടുത്തിട്ട് പതിയെ വന്നാൽ മതി. ഞാൻ പാറുവിനെയും കൊണ്ട് വീട്ടിലേക്ക് പോയിക്കോട്ടെ. ആൾക്ക് നല്ല ക്ഷീണമുണ്ട്. ഇനിയും ഇങ്ങനെ ഇരുത്തിയാൽ ശരിയാവില്ല. ഇപ്പോൾ തന്നെ ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇന്ദ്രൻ പാറുവിൻ്റെ അമ്മയോടും അവൻ്റെ അമ്മയോടും പറഞ്ഞതും, എന്നാ ചെല്ല്, നിങ്ങൾ രണ്ടുപേരും പോയിക്കോ, ഞങ്ങൾ വന്നോളാം. മോൾക്കുള്ള ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കഴിച്ചിട്ട് വേണം കിടക്കാൻ, കേട്ടോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഉറക്കം വരുന്നുണ്ട്. അത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഈ ഇന്ദ്രേട്ടൻ എന്നെ പിടിച്ച് കിടക്കുന്നത് കൊണ്ടാണ്. നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരുമിച്ച് പോകാം. വേണ്ട എൻ്റെ പാറു, ഇനി ഒരുപാട് നേരം ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ ഉറങ്ങി എൻ്റെ ദേഹത്തേക്ക് വീണു തുടങ്ങി. ഇനിയും ഇങ്ങനെ ഇരുന്നാലേ ശരിയാവില്ല. നാളെ പർച്ചേസിംഗ് ഉണ്ട്. നാളെ ജ്വല്ലറിയിലേക്കാണ്. അപ്പോൾ പോകണ്ടേ? അങ്ങനെ പോകണമെങ്കിൽ ഇപ്പോൾ റെസ്റ്റ് എടുക്കണം. ഇന്ദ്രൻ പറഞ്ഞതും മനസ്സിലാ മനസ്സോടെ തന്നെ പാർവതി എഴുന്നേറ്റു. അവൻ അവളെയും കൊണ്ട് നടന്നു. അഖിലിനോട് ശ്രുതിയെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് ഇന്ദ്രൻ ഇട്ടു. അതിനുശേഷം അവൻ അവളെയും കൊണ്ട് ഇന്ദ്രൻ്റെ ഇന്ദ്രലോകത്തിലേക്ക് പോയി. ഈ വീടിനും ഇന്ദ്രലോകം എന്ന് തന്നെയാണ് ഇന്ദ്രൻ പേരിട്ടിരിക്കുന്നത്. ചെന്നതും പാറു വേഗം തന്നെ പടികൾ കയറാൻ പോയതും ഇന്ദ്രൻ സമ്മതിക്കാതെ ലിഫ്റ്റിനടുത്തേക്ക് നടന്നു. ഇതുവഴി പോയാൽ മതി എന്ന് പറഞ്ഞ് അവളെയും കൊണ്ട് റൂമിലേക്ക് ചെന്നു. റൂമിൽ ചെന്നതും ബെഡിൽ വീഴാൻ പോയ അവളെ സമ്മതിക്കാതെ അവൻ സാരി മാറ്റിക്കൊടുത്തു. സാരി മാറ്റുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ അവളോടുള്ള പ്രണയമായിരുന്നു. പക്ഷേ കാമമായിരുന്നില്ല, സ്നേഹമായിരുന്നു, കെയറിംഗ് ആയിരുന്നു. അവളുടെ ചെറുതായി പുറത്തേക്ക് വന്ന വയറിൽ തലോടിക്കൊണ്ട് പപ്പയുടെ കുഞ്ഞുമണീസേ എന്ന് വിളിച്ചുകൊണ്ട് അവളുടെ വയറിൽ ഒന്ന് ചുംബിച്ചു. പിന്നെ അവളെയും കൊണ്ട് വാഷ്റൂമിലേക്ക് നടന്നു. ഇളം ചൂടുവെള്ളത്തിൽ അവളുടെ ശരീരം ഒന്ന് കഴുകി. പുറത്തേക്ക് പോയി വന്നാൽ എപ്പോഴും ഇളം ചൂടുവെള്ളത്തിൽ ദേഹം കഴുകണം, കേട്ടല്ലോ? ഇന്ദ്രൻ പറഞ്ഞതും അവൾ സമ്മതിച്ചുകൊണ്ട് തലയാട്ടി. അവൾക്കറിയാം എവിടെ പോയി വന്നാലും ഇന്ദ്രൻ തന്നെയാണ് ചെയ്യുന്നത്. അതിനുശേഷം അവൾക്ക് ലൂസായിട്ടുള്ള ഒരു കോട്ടൺ സിമ്പിൾ ഡ്രസ്സ് ഇട്ടുകൊടുത്തു. അവളെയും കൊണ്ട് താഴേക്ക് പോയി. അപ്പോഴേക്കും അവൾക്കുള്ള ഭക്ഷണമെല്ലാം എടുത്ത് വിളമ്പി വെച്ചിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും അവൾക്ക് ചോക്ലേറ്റ് പുഡിങ്ങും ഉണ്ടാക്കി വെച്ചിരുന്നു. അതും ഇന്ദ്രൻ തന്നെയാണ് അവൾക്ക് കൊടുത്തത്. കുറച്ച് സ്വീറ്റ്സ് ഇപ്പോൾ ഭക്ഷണത്തിന് ശേഷം കൊടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് നിർത്താൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് അവളെയും കൊണ്ട് ഇന്ദ്രൻ റൂമിലേക്ക് ചെന്നത്. AC ഓണാക്കി അവളെ ബെഡിലേക്ക് കിടത്തിക്കൊണ്ട് അവളുടെ അടുത്ത് ചേർന്ന് തന്നെ അവനും കിടന്നു. അവൾ ഉറങ്ങിയെന്ന് കണ്ടതും ഇന്ദ്രൻ പതിയെ എഴുന്നേക്കാൻ നോക്കി. അപ്പോഴാണ് അവൾ കയ്യിൽ പിടിച്ചത്. ഉറങ്ങിയിട്ടില്ല എന്ന് തോന്നി ഇന്ദ്രൻ വീണ്ടും നോക്കിയപ്പോൾ ഉറക്കത്തിലാണ് പിടിച്ചിരിക്കുന്നത് എന്ന് അവന് മനസ്സിലായത്. അവൻ ആ കൈ പിടിച്ചുകൊണ്ട് അവിടെ നിന്നും പതിയെ എഴുന്നേറ്റു. ഫോൺ എടുത്ത് അവൻ ഗാർഡ്സിനെ വിളിച്ചു. ഞാനിപ്പോൾ എത്തും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആ കായലിലേക്ക് നോക്കി ഒന്ന് വന്യമായി പുഞ്ചിരിച്ചുകൊണ്ട് ഇന്ദ്രൻ വേഗം അവിടെ നിന്നും ഇറങ്ങി. അവൻ പോകുന്നതിന് മുമ്പ് അവിടുത്തെ ഒരു സ്റ്റാഫിനോട് പാറുവിൻ്റെ റൂമിൽ ഇരിക്കണമെന്നും അവളെ ശ്രദ്ധിക്കണമെന്നും പറഞ്ഞ് ഏൽപ്പിച്ചാണ് ഇന്ദ്രൻ പോയത്. അവൻ കായൽക്കരയിലേക്ക് പോയി. അവിടെ നിന്നും ഒരു സ്പീഡ് ബോട്ട് എടുത്ത് കായലിൻ്റെ കുറച്ചു മാറി ഇട്ടിരിക്കുന്ന ഒരു ഹൗസ് ബോട്ടിൻ്റെ അടുത്തേക്കാണ് പോയത്. അവിടെ ചെന്നതും അവൻ്റെ സ്റ്റാഫ് അവനെ അകത്തേക്ക് കൊണ്ടുപോയി. അപ്പോഴാണ് ഹൗസ് ബോട്ടിൻ്റെ ഒരു റൂമിൽ കെട്ടിയിട്ടിരിക്കുന്ന ശ്രുതിയെ അവൻ കാണുന്നത്. ഇന്ദ്രനെ കണ്ടതും അവൾ പേടിച്ചു പോയി. അവളുടെ 2 കവിളിലും അടികൊണ്ട് തിണർത്ത കിടക്കുന്ന പാടുണ്ട്. അത് കണ്ടതും ഇന്ദ്രൻ അവൻ്റെ ഗാർഡ്സിനെ നോക്കി. അത് സാർ പിന്നെ തീരെ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ കൊടുത്തതാണ്. സാറിനെയും പാർവതി മേഡത്തിനെയും വളരെ മോശമായി പറഞ്ഞു.
അവർ പറഞ്ഞതും ഇന്ദ്രൻ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അപ്പോൾ നിനക്ക് കിട്ടിയിട്ടൊന്നും മതിയാകുന്നില്ല അല്ലേ? ഇന്ദ്രജിത്തിൻ്റെ ആളുകൾ തന്നെയാണ് നിന്നെ പിടിച്ചു കൊണ്ടുവന്നത് എന്ന് മനസ്സിലായിട്ടും നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് നീ വീണ്ടും എന്നെയും എൻ്റെ പെണ്ണിനെയും അപമാനിക്കുന്നത്? നിനക്ക് ഒരുപാട് ചാൻസ് ഞാൻ തന്നു ശ്രുതി. ഇനി നിനക്ക് ചാൻസ് ഇല്ല. നീ എന്ന ശല്യം നിൻ്റെ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞാൽ തന്നെ നിൻ്റെ സഹോദരന്മാർ മനസ്സമാധാനത്തോടെ ജീവിക്കും. നിൻ്റെ ശല്യം സഹിക്കാതെ ആ വീട്ടിൽ നിന്ന് പോയ നിൻ്റെ ഏട്ടന്മാരുടെ ഭാര്യമാരെല്ലാവരും തിരിച്ചു വരും. അതുകൊണ്ട് എൻ്റെ പെണ്ണിന് വേണ്ടിയും അവർക്ക് വേണ്ടിയും നീ ഇപ്പോൾ വാശികളെ കൊണ്ടു നടക്കുന്ന നിൻ്റെ ഈ സൗന്ദര്യം അത് ഞാൻ ഇല്ലാതാക്കാൻ പോവുകയാണ്. ഇനി നിനക്ക് ജീവിക്കാം. നിൻ്റെ സൗന്ദര്യമല്ല, ഈ സൗന്ദര്യമില്ലായ്മ ഓർത്ത് നീ ജീവിക്കണം. നിനക്ക് രക്ഷപ്പെടാനുള്ള ചാൻസ് ഞങ്ങൾ തന്നതാണ്. ഞങ്ങളുടെ ഫാഷൻ ഷോയിൽ നീ നന്നായി തന്നെ പെർഫോം ചെയ്തു. പക്ഷേ അത് നിനക്ക് അഹങ്കാരമായി. ആ അഹങ്കാരത്തെയാണ് ഞാൻ ഇല്ലാതാക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ഇന്ദ്രൻ ഗാർഡ്സിനെ നോക്കി. കാര്യം മനസ്സിലായതും അവർ വേഗം അവിടെ നിന്നും പുറത്തേക്ക് പോയി. ആ പിന്നെ ഒരു ഇളവ് ഞാൻ നിനക്ക് തരാം. എൻ്റെ കൈകൊണ്ട് നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. കാരണം പറഞ്ഞല്ലോ, എൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആണ്. എൻ്റെ ഭാര്യ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഒന്നിനെയും ഉപദ്രവിക്കരുതെന്നാണ് അമ്മമാരെല്ലാവരും പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഉപദ്രവിക്കുന്നില്ല. പക്ഷേ എനിക്ക് വേണ്ടി എൻ്റെ ആളുകൾ ഉപദ്രവിക്കും. നിനക്കുള്ള സമ്മാനവുമായിട്ട് എൻ്റെ ആളുകൾ ഇപ്പോൾ എത്തും. എനിക്ക് ഒരാളെ കൂടി കാണാനുണ്ട്. അത് പറഞ്ഞപ്പോൾ ഓർത്തത്, നീ ഇന്ന് എന്തൊക്കെ വേഷം കെട്ടാ ഷോപ്പിൽ കാണിച്ചത്? നിൻ്റെ ആളുകളെ ഞാൻ തിരിച്ചറിയില്ല എന്ന് കരുതിയോ? നീ ആ ഷോപ്പിലേക്ക് വന്ന ആ സമയം മുതൽ നിന്നെയും നിൻ്റെ ആളുകളെയും നിരീക്ഷിച്ചുകൊണ്ട് എൻ്റെ ആളുകളുണ്ടായിരുന്നു. നിന്നെ മാത്രമല്ല കേട്ടോ, അവിടെ വന്ന എല്ലാവരും ഇന്ന് ഇന്ദ്രജിത്തിൻ്റെ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു. അതിൽ നിന്ന് തന്നെ എനിക്ക് വേണ്ടവരെ ഞാൻ പൊക്കിയിട്ടുണ്ട്. അപ്പോൾ നിനക്കുള്ള പണിയുമായിട്ട് എൻ്റെ ആളുകൾ വരുന്നത് വരെ കാത്തിരിക്കുക. ഞാൻ അപ്പുറത്തുള്ള ഒരാളെ കാണാൻ പോട്ടെ. ഇതുപോലൊരു സമ്മാനം അവിടെയും കൊടുക്കാനുള്ളതാണ്. അപ്പോൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ഇന്ദ്രൻ ആ റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അവൻ ആ ഹൗസ് ബോട്ടിൻ്റെ അടുത്ത റൂമിലേക്കാണ് പോയത്. അവൻ ആ റൂമിലേക്ക് നടക്കുമ്പോഴേ കേട്ടു അവിടെ നിന്നുള്ള ശ്രുതിയുടെ അലറിക്കരച്ചിൽ. അത് കേൾക്കുമ്പോൾ ഇന്ദ്രൻ്റെ ചുണ്ടിൽ ഒരു മനോഹരമായ പുഞ്ചിരി ഉണ്ടായിരുന്നു. അവൻ്റെ പെണ്ണിനോടുള്ള സ്നേഹത്തിൽ ചാലിച്ച ഒരു പുഞ്ചിരി. അവൻ അടുത്ത റൂമിലേക്ക് ചെന്നു. അവിടെ കെട്ടിയിട്ടിരിക്കുന്ന പെൺകുട്ടിയെ കണ്ടതും അവനൊന്ന് നോക്കി. നിനക്ക് എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? ഇന്ന് ഷോപ്പിൽ വെച്ചതുപോലെ നിൻ്റെ മനസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്ദ്രൻ പറഞ്ഞതും ആ പെൺകുട്ടി പേടിയോടെ ഉമിനീരിറക്കി. നിനക്ക് എൻ്റെ പെണ്ണ് എങ്ങനെയാണ് ഇപ്പോൾ ഗർഭിണിയായത് എന്നറിയണോ? അവൾ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതെന്ന് നിനക്കറിയാനോ? പറയാം. എന്തായാലും നീ ഇനി ഒന്നും കേൾക്കില്ല. ഇനി നീ ഒന്നും പറയുകയും ചെയ്യില്ല. അതുകൊണ്ട് അവസാനം നീ കേൾക്കാൻ പോകുന്നത് എൻ്റെയും പാർവതിയുടെയും പ്രണയമായിരിക്കണം. അവസാനം നിനക്ക് സംസാരിക്കാനുള്ളത് എന്നോട് ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ടുള്ള രണ്ട് വാക്കായിരിക്കണം എന്ന് പറഞ്ഞ് ഇന്ദ്രൻ അവിടെ നിന്ന് മറ്റൊരു ഗാർഡ്സിനെ നോക്കി. അയാൾ ഫോണിൽ ഇന്ദ്രൻ്റെയും പാർവതിയുടെയും പ്രണയത്തെക്കുറിച്ച് അഖിൽ പറഞ്ഞ ആ വീഡിയോ ദൃശ്യങ്ങൾ കേൾപ്പിച്ചു കൊടുത്തു. ഇന്ദ്രൻ കണ്ണടച്ചുകൊണ്ട് തന്നെ അത് കേട്ടു നിന്നു. എന്നാൽ അവൻ്റെ മുഖത്ത് വരുന്ന ഓരോ ഭാവങ്ങൾ നോക്കി ആ പെൺകുട്ടി പേടിയോടെ അവൾ പറയുന്ന കാര്യങ്ങൾ എല്ലാം കേട്ടിരുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അപ്പോൾ അവസാനം നീ കേൾക്കേണ്ടത് കേട്ടല്ലോ. ഇനി നിനക്ക് പറയാനുള്ളത് പറയാം എന്ന് പറഞ്ഞ് ഇന്ദ്രൻ ഗാർഡ്സിനെ നോക്കിയതും അവർ അവളുടെ വായ മൂടി വെച്ച ടേപ്പ് എടുത്ത് മാറ്റി. ഒരു വേദനയോടെ അവൾ പറഞ്ഞു. അപ്പോൾ ഇനി പറ, എന്താ നിനക്ക് പറയാനുള്ളത്? സോറി സാർ, ഞാൻ അറിയാതെ പെട്ടെന്ന് എനിക്ക് അത് ഞാൻ മാത്രമായിരിക്കില്ല. ആ പാർവതി മേഡത്തോട് എല്ലാവർക്കും അസൂയ ഉണ്ടാകാം. ഞാൻ പെട്ടെന്ന് അറിയാതെ പറഞ്ഞു പോയതാ സാർ. എന്നെ ഒന്നും ചെയ്യല്ലേ സാർ. ഞാൻ മേഡത്തിന് കാല് പിടിക്കാം പ്ലീസ് സാർ. സോറി സാർ. ഞാൻ നിന്നോട് രണ്ട് വാക്കാണ് പറയാൻ പറഞ്ഞത്. അത് നീ ഇപ്പോൾ പറഞ്ഞു. ഇനി എനിക്ക് നിന്നോട് സംസാരിക്കാനുമില്ല, നീ പറയുന്നത് കേൾക്കാനുമില്ല എന്ന് ഇന്ദ്രൻ പറഞ്ഞതും ഇന്ദ്രൻ്റെ ഗാർഡ്സ് അവളുടെ കയ്യിലേക്ക് ഒരു മരുന്ന് കുത്തിവെച്ചു.
ഇന്ദ്രൻ ഒരു ചിരിയോടെ അത് നോക്കി നിന്നുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി പുറത്തേക്ക് പോയി. അവൻ ചെന്നത് ശ്രുതിയുടെ റൂമിലേക്കാണ്. അവിടെ അവളെ കണ്ടതും അവൻ്റെ ചുണ്ടിൽ ഗൂഢമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ അവളെ നോക്കിക്കൊണ്ട് അവിടെ നിന്നും തിരിഞ്ഞു നടക്കുമ്പോഴും അവിടെ ശ്രുതിയുടെ അലറിക്കരച്ചിൽ കേൾക്കുന്നുണ്ടായിരുന്നു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ദേ നമ്മുടെ വീടുകളുടെ അടുത്തും മറ്റുമല്ല അമ്പലങ്ങൾ ഉത്സവം, പള്ളിയിലെ പെരുന്നാളൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ട്, ബഹളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനിടയ്ക്കാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ഇന്ദ്രൻ്റെയും പാർവതിയുടെയും പ്രണയകഥ അവസാനിക്കാറായിട്ടുണ്ട്. അടുത്തത് ഞാൻ ചോദിച്ചപ്പോൾ പുതിയ കഥ മതിയെന്ന് പറഞ്ഞു. പക്ഷേ പലരും പ്രണയപൂർവ്വം നിനക്കായി എന്ന സ്റ്റോറി, സണ്ണിയുടെയും ഗൗരിയുടെയും സ്റ്റോറി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ അത് കൊണ്ടുവരാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനും നീയും ഒന്നാണ് എന്ന സ്റ്റോറി ദൃശ്യം വ്ലോഗിൽ അവസാനിക്കാറായി. അവിടെ ഒരു പുതിയ സ്റ്റോറി വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.